അലി റളിയല്ലാഹുഅൻഹു വീട്ടിലേക്ക് ചെന്നപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹുഅൻഹ തകൃതിയായി വീട്ടുജോലികൾ ചെയ്യുകയാണ്. മക്കളെ കുളിപ്പിക്കുന്നു, വസ്ത്രം ധരിപ്പിക്കുന്നു, ഖുബ്സ് ഉണ്ടാക്കുന്നു. അലി റളിയല്ലാഹുഅൻഹുവിനെ കണ്ടുവെങ്കിലും കണ്ട ഭാവം നടിച്ചില്ല. എന്നെ കണ്ടിട്ടും മിണ്ടാത്തതെന്തേ എന്ന് അലി റളിയല്ലാഹുഅൻഹു ചോദിച്ചു. മഹദി പറഞ്ഞു, ഞാനൊരു വിരുന്നു പോകാൻ ഉദ്ദേശിക്കുന്നു. അങ്ങയെയും മക്കളെയും കൂട്ടാൻ തൽക്കാലം സാധിക്കില്ല. അലി റളിയല്ലാഹുഅൻഹു ചോദിച്ചു, ശരി, എപ്പോഴാണ് മടക്കം? ഫാത്തിമ ബീവി പറയുകയാണ്, ഖിയാമത്ത് നാളാകുന്നത് വരെ ഞാൻ മടങ്ങി വരില്ല. അലി റളിയല്ലാഹു ചോദിച്ചു, ആരാ ഇതൊക്കെ പറഞ്ഞത്? ഫാത്തിമ ബീവി പറയുകയാണ്, ഉപ്പയെ ഞാൻ സ്വപ്നം കണ്ടു, കാണണമെന്നും കാത്തിരിക്കുകയാണെന്നും പറഞ്ഞു. എന്നിട്ട് രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ചരിത്രം പോലും കരഞ്ഞു കലങ്ങിയ നിമിഷം ഇത് റമദാൻ 3-നായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവിടുന്ന് പോയതിൽ പിന്നെ ഈ ലോകം ഒട്ടും സുന്ദരമല്ല. അവിടുന്നില്ലാതെ ഈ ദുനിയാവിൽ ഒരുപാട് കാലം ജീവിക്കേണ്ടി വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മഹദിയുടെ കൂടെ സ്വർഗത്തിൽ ചേർക്കണേ നാഥ.